ഹൈ ഡിയോസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് കർക്കിടകാവ നമ്മൾ ഹിന്ദുസിന് മാത്രമുള്ളതെന്ന് തോന്നുന്നു. അല്ല, ഹിന്ദുസിൻ്റെ ഒരു വിശ്വാസപ്രകാരം മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന, അതായത് ഫുഡൊക്കെ ഒരുക്കുന്ന ആ ഒരു ദിവസമാണിന്ന്. എൻ്റെ ഫസ്റ്റ് ഞാൻ തനിച്ചുള്ള ആദ്യത്തെ കർക്കിടക കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അന്ന് പക്ഷേ അമ്മ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരുക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ വെച്ചു ഗോകുലിൻ്റെ അച്ഛനുണ്ട്, എനിക്ക് അമ്മയുടെ അച്ഛനുണ്ട്. ഞാൻ വീട്ടിലങ്ങനെ അമ്മയുടെ അച്ഛന് വേണ്ടിയിട്ട് മാത്രം ഒരുക്കുന്നേ കണ്ടിട്ടുള്ളൂ കേട്ടോ. പപ്പയ്ക്കും അച്ഛനും അമ്മയില്ല. പക്ഷേ ഞാൻ നിന്നതും പഠിച്ചതും വളർന്നു നോക്കിയാൽ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. പപ്പയുടെ വീട്ടിൽ അങ്ങനെ ഇടയ്ക്ക് പോകുന്നേ ഉള്ളൂ. അതുകൊണ്ടിട്ട് അവിടുത്തെ രീതികളുമായിട്ട് എനിക്ക് വലിയ ടച്ചോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരോടും സ്നേഹവും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ അങ്ങോട്ട് അങ്ങനെ വലിയ അടുപ്പമില്ല. കൂടുതലും അമ്മയുടെ വീട്ടിലാണ്. എനിക്ക് ഒന്നൊരു 7 വയസ്സൊക്കെ തൊട്ടിട്ട് അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതൊക്കെ. അപ്പം ഞാൻ വീട്ടിലെ രീതികളാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ ഒരുക്കുന്നത് ചാച്ചന് വേണ്ടിയിട്ടാണ്, അമ്മയുടെ അച്ഛന് വേണ്ടിയിട്ടാണ്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ചാച്ചൻ മരിക്കുന്നത്. ഇപ്പം എനിക്കൊന്ന് 10-15 വർഷത്തോളം ആവുന്നുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ വീട്ടിൽ ഇത് കണക്ക് ഈ ഒരു 10-15 വർഷം കൊണ്ടിട്ട് തന്നെ ചാച്ചന് വേണ്ടിയിട്ട് ഒരുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ചാച്ചൻ റിട്ടയർഡായിരുന്നു കേട്ടോ. റിട്ടയർഡായി 1 ഇയർ ആയ സമയത്താണ് ചാച്ചൻ മരിക്കുന്നത്. ഗോകുലിൻ്റെ അച്ഛൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചേട്ടൻ ഗൂഗിൾ പേ വർക്കിംഗ് അല്ലാണ്ട് എൻ്റെ പേടിഎമ്മിൽ കാണണം ഉണ്ടെന്ന് തോന്നുന്നു. ഗോകുലിൻ്റെ അച്ഛൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിന് 1 വർഷം മുമ്പാണ് ഗോകുലിൻ്റെ അച്ഛൻ മരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല, അച്ഛനെ കണ്ടിട്ടില്ല. അപ്പം ഗോകുലിൻ്റെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഞാൻ ചെല്ലുന്ന 1 വർഷം ആവുന്ന സമയമാണ്. അതുകൊണ്ട് അങ്ങനെ വാവൊന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആ ഒരു വാവൊക്കെ കഴിഞ്ഞ സമയം തൊട്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടിട്ട് അവിടെ വാവൊരുക്കുന്ന കാര്യങ്ങളൊന്നും അമ്മയുടെ അവിടുത്തെ കണ്ടിട്ടില്ല. ഇന്നെങ്കിൽ അമ്മ വിളിച്ചിട്ടുണ്ട്. അമ്മ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ. പിന്നെ അമ്മ തിരിച്ചു വിളിച്ചു. സാധാരണ അമ്മ വിളിക്കുന്നതാണ്. പിന്നെ വിളിച്ച് ചോദിക്കാൻ ഞാൻ വിട്ടു അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്. ഗോകുലിനോട് ചോദിച്ചപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ ചിക്കനും ബീഫും അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കുമല്ലോ. ബീഫല്ല, നോൺ വെജ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഈ എന്താണോ ഇഷ്ടം, ചാച്ചൻ എന്തായിരുന്നോ ഇഷ്ടം അതെല്ലാം ഞണ്ടായിരുന്നു. ഞണ്ടല്ല, തേർഡ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരുന്നു സദ്യ ആക്കുന്നത്. അപ്പോൾ നോൺ വെജ് വെക്കും കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കും. എല്ലായിടവും വെക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഗോകുലിന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയാം. ഇന്നലെ ഞാൻ ഗോകുലോട് ചോദിച്ചപ്പം ചിക്കൻ ഇരിപ്പുണ്ട്, ചിക്കൻ വെക്കട്ടെ എന്ന് ചോദിച്ചു. തേർഡ് കിട്ടിയില്ല. ചാച്ചന് തേർഡാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ ചാച്ചന് ഇഷ്ടമാണോ ചോദിച്ചപ്പോൾ ആ ചിക്കൻ ഇഷ്ടമാണ്, വെജിറ്റേറിയൻ ഒന്നും കഴിക്കില്ല, നോൺ വെജ് എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചു എന്നാൽ പിന്നെ അങ്ങനെ ആക്കാമെന്ന് ചോദിച്ചു. എൻ്റെ ചാർജറിന് അകത്തിടാൻ തരരുത്, അതാ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കുന്നു ഗൂഗിൾ. അയ്യോ, ആദ്യം ഞാൻ പോയി കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് പിന്നെ വർത്താനമൊക്കെ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് തുണി കുറച്ച് കഴുകിയിട്ടിട്ടുണ്ട്. വെയിലിവിടെ നിൽക്കാൻ വയ്യ. കുളി കഴിഞ്ഞ് ഞാൻ 2 കപ്പിൽ വെള്ളം കൊണ്ടുവച്ചു. ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇതിൽ എള്ളൊക്കെ ഇട്ട് വെക്കുമല്ലോ, അങ്ങനെ വെക്കാറുണ്ട്. രാവിലെ ഉറക്കം കഴിഞ്ഞ് കൊണ്ട് വീട്ടിലത് കണക്ക് ചെയ്യുന്നുണ്ട്. ഉമിക്കരിയും ഈർക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെളിയിൽ കൊണ്ടുപോയി വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. വീട്ടിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അകത്ത് വെക്കുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഫുഡൊക്കെ അകത്ത് തന്നെ വെക്കുന്നത്, വെള്ളം മാത്രം വെളിയിൽ കൊണ്ടുവെക്കും. അപ്പം ഞാൻ രാവിലെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ട്, വിളക്ക് വെച്ചു. ഇനി സ്കിൻ കെയർ ചെയ്യട്ടെ. ഈ വെയിലത്ത് നിൽക്കുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിലേ നാശമായി പോവും ഞാൻ. എൻ്റെ ബോട്ടിൽ രാവിലെ ഉറക്കം കഴിക്കുമ്പോൾ തൊട്ട് വെള്ളം കുടിക്കും. പക്ഷേ ഫുഡ് കുറയ്ക്കുന്നില്ല കേട്ടോ, വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ സെറ്റ്. പക്ഷെ രാത്രി നമ്മൾ ഫുഡ് കഴിക്കുന്ന ഈ ഗോകുൽ വരുമ്പോഴത്തേന് 12 മണി കഴിയും. ഞങ്ങൾ ഷോപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചിലപ്പോൾ 1 മണിയൊക്കെ. ആ സമയത്ത് ഫുഡ് കഴിച്ചിട്ട് കിടക്കും. പിന്നെ ഇങ്ങനെ വേണം പറയാം. ഇനി വേണം എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയായിരുന്നു കേട്ടോ. അണ്ണന് കൊണ്ടുപോയിട്ടേ അങ്ങനെ കൊടുത്തു. വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആക്കിയിട്ട്
നീച്ചതിന് ശേഷമാണ് കഴിക്കൽ. എനിക്കിപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ അങ്ങനെ കൊടുത്തു വിട്ടു. എൻ്റെ സമയം നോക്കി കഴിഞ്ഞാൽ ഞാൻ പട്ടിണി കിടക്കും. ഉപ്മാവാക്കി വെച്ചു. ചിക്കൻ ഇന്നലെ ഡിഫ്രോസ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ സഹിന്ന് കുറേ പേര് പ്രൊഡക്ട്സ് ഒക്കെ മേടിച്ചോണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായി. കാര്യമായിട്ട് എനിക്ക് എൻ്റെ മാറ്റം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. ലിബാമിനൊക്കെ നല്ല റിവ്യൂ ഉണ്ട്. ആര്യ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആര്യ തന്നെയല്ലേ? തന്നെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആ കുട്ടി മേടിച്ചെന്ന് പറഞ്ഞ് ഇന്നലെ കമൻറ്റ് ചെയ്തേക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിന് അയച്ചു കൊടുത്തു. ഡോക്ടറെ ലിബാമിന് നല്ല റിവ്യൂ ആണെന്ന് പറഞ്ഞു. ഞാനും ഡോക്ടർ നല്ല കൂട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറിന്. എന്ത് ഡൗട്ട് ഉണ്ടല്ലോ, എന്ത് കാര്യത്തെ പറ്റി ഡൗട്ട് ഉണ്ടല്ലോ ഡോക്ടറോട് ചോദിച്ചു. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്ക് പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല, ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്നില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ വന്നോളൂ. സജിന എന്നാണ് ഡോക്ടറുടെ പേര്. പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇതിന് നല്ല എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഡോക്ടറെ അടുത്ത് സംസാരിക്കുമ്പോൾ. അപ്പം ഞാൻ ബാക്കിയും കൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഇതാണ് കേട്ടോ ലിപ് ബാം. ഞാനിത് 4 എണ്ണം അയച്ചിട്ടുണ്ട്. ഒരെണ്ണം എപ്പോഴും ഞാൻ ബാഗിൽ ഇട്ടേക്കും. ഇത് നമുക്ക് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറേ ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് പോവുക തന്നെ ചെയ്യും. അപ്പോൾ റീഅപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എനിക്കറിയാം, ഞാൻ ഇനി നാട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം കൂട്ടി മേടിച്ചത്. ഒരുപാട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്തയായി പോയല്ലോ. ഹോം മെയ്ഡ് ഇല്ലേ, ആയുർവേദം അല്ലേ, ശിവ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രസംഗം ചെയ്തിട്ട് കുറച്ചുകൂടെ കിടക്കും. ഞാൻ മണിക്കൂർ കഴിഞ്ഞിട്ട് എണീക്കുന്നു. അപ്പം കിച്ചണിലെ വ്ളോഗൊന്നും എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷേ എനിക്ക് രാവിലെ പണിയുണ്ട്. സാധാരണ എല്ലാ ദിവസവും ഞാൻ ഒരുവിധം കിച്ചണിലെല്ലാം ഒതുക്കിയിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഗോപി ഞാനെന്തൊക്കെയൊന്നും കാര്യമായി പറഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ഉറങ്ങിയതിന് ശേഷം അപ്പം ഫുഡ് കഴിക്കത്തോളൂ. അതുകൊണ്ടിട്ട് പാത്രമല്ലാതെ കണക്കിരിക്കും. അവ കഴിച്ച പാത്രം പോലും അവൻ കഴുകി വെക്കില്ല. പിന്നെ രാവിലെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ജോലി നടക്കത്തുള്ളൂ. പിന്നെ നേരത്തെ എല്ലാം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നേരത്തെ കഴുകി വെച്ച് കഴിഞ്ഞാൽ രാവിലെ വലിയ പണിയാവത്തില്ല. ആരോട് പറയാൻ ആരും കേൾക്കാൻ. നേരത്തെ കഴിക്കുമ്പോൾ നേരത്തെ വരുന്നുണ്ടെന്ന് ഒന്ന് കഴിക്കും കേട്ടോ. പിന്നെ രാത്രി ഞാൻ പക്ഷേ വിശക്കും. അന്നേരം പിന്നെ ഒന്നുകൂടെ കഴിക്കും. ഞാൻ ചിക്കൻ ഇന്നലെ ഡീഫ്രോസ് ആവാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. പക്ഷേ അത് ഫ്രീസറിനൊക്കെയും കൂടിയുണ്ട് ഫ്രിഡ്ജ്. അതുകൊണ്ടിട്ട് അത് ഡീഫ്രോസ് അതിലേക്ക് വെളിയിൽ കൊണ്ട് വെച്ചു. വെയിൽ നല്ല ചൂടുണ്ട്. വെള്ളത്തിലിട്ടൊന്ന് വെച്ചു. അല്ലെങ്കിൽ ചെയ്യണം. ഇല്ലെങ്കിൽ പോകുമ്പോൾ കുക്കിങ്ങും നടക്കത്തില്ല. വെട്ടം കുറവായിരിക്കും. കാര്യം ഡോർ അടച്ചിട്ടേക്ക് തോന്നിട്ട് ഭയങ്കര ചൂട്. ചീന വെക്കുന്ന പാത്രമൊന്നും വയ്ക്കാൻ സ്ഥലമില്ല. കിച്ചൺ ഒരുപാട് ഇന്ന് പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിള്ളേരെണീറ്റിൻ്റെ പണിയൊന്നും ഉണ്ട്. പിന്നെ ഇപ്പോൾ അരി ആവുന്നു, ചോറാവുന്നു, അവിയലും കിച്ചടിയും ഞാൻ ഓൾറെഡി ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ അത്ര ഹെൽത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ബട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. ഇനി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാന്ന് വിചാരിച്ചാൽ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓട്സ് ഒന്നും എടുത്തില്ല. രാത്രി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രാത്രിയിലാണ് ഫുഡ് കഴിച്ചത്. പിന്നെ കഴിക്കില്ല ശേഷം എനിക്ക് വയറ് വെച്ചിട്ട് പിന്നെ വയറിനെ ചീത്ത പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആക്കാമെന്ന്. ഒരു ഓംലേറ്റ് ആക്കാം എന്ന് വിചാരിച്ചു. 2 മുട്ടയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും. അടുപ്പ് കത്തിക്കാതെയാണല്ലേ കുട്ടി. അതങ്ങനെ വരുത്തുള്ളൂ. വിശന്നിട്ട് ഈ കൈ വരയ്ക്കുന്നു. പിന്നെ പരിപ്പ് ഞാൻ കുക്കറിനകത്തിട്ട് വെച്ച്
അരയ്ക്കാനുള്ള എടുത്ത് വെച്ച് ഇനി ചിക്കൻ ഫ്രോസൺ ഡീഫ്രോസ് ആയതിനു ശേഷം മാത്രം ചിക്കൻ്റെ ആ പരിപാടിയിലൂടെ അടക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ചീനി ആക്കണം. വേറെ എന്താ ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്യണം. വേറെ കറി എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഒരുവിധം എല്ലാ കറികളും ആയി. പപ്പടം വറുത്താൽ മതി. പിന്നെ പായസം വെക്കണം. അത് ഞാൻ പരിപ്പ് നേരത്തെ ഫ്രിഡ്ജിനകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഫ്രോസൺ ആയിട്ട് ഇരിക്കുക. ഇതിൻ്റെയൊക്കെ തണുപ്പൊക്കെ പോയതിനു ശേഷം മാത്രമേ കുക്കിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. സമയമുണ്ട്, അപ്പോൾ സാവധാനം ചെയ്താൽ മതി. ഇന്ന് നേരത്തെ എണീറ്റ്, ഞാൻ അലാറം വെച്ച് നേരത്തെ എണീറ്റ്. തവി കാണുന്നില്ല. എനിക്ക് അത് കിളി പോയി നിൽക്കുക. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയാൻ വയ്യ. കാര്യം എനിക്ക് ഭയങ്കര ക്ഷീണം. ചീനി വേവിക്കണം, പക്ഷെ വേവിക്കുന്ന കാര്യം എനിക്കറിയില്ല. കുക്കറിൻ്റെ അകത്ത് വേവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചീനി എൻ്റെ ലൈഫിൽ ഞാൻ വേവിച്ചിട്ടില്ല. മറ്റേ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടില്ല. ആദ്യമായിട്ട് ആക്കാൻ പോണത്. പിന്നെ എങ്ങനെയാണെന്നറിയാം. ഞാൻ യൂട്യൂബിൽ നോക്കാമെന്ന് വിചാരിച്ചപ്പം നെറ്റും കിട്ടുന്നില്ല. കട്ടാവാൻ ടൈം ആയില്ല. കട്ടാവത്തില്ല കേട്ടോ. ഇവിടെ ബംഗാളി ബീഫ് യൂസ് ചെയ്യുന്നത്. മുട്ടയൊക്കെ പൊട്ടിപ്പോയി. അതിൽ വെക്കാടപ്പെട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വരുത്തുള്ളൂ. ബംഗാളി ബീഫ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ വന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ട് പോകത്തേ ഉള്ളൂ. കട്ടാക്കത്തൊന്നുമില്ല. ഇത് എന്തിൻ്റെയോ ഭൂപടം പോലെയായി. കുഴപ്പമില്ല, കഴിച്ചാൽ മതിയല്ലോ. നല്ല വിശക്കും. എനിക്ക് ഇങ്ങനെ വിശക്കാറില്ല. ഭയങ്കര വിശപ്പായി. വാഴയില കിട്ടിയില്ല. വാഴയില ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട സമയത്ത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നെസ്റ്റോയിൽ കിട്ടും വാഴയില. നെസ്റ്റോയും കിട്ടുമെന്ന്. നെസ്റ്റോ അമ്മി നെസ്റ്റോ എന്നാട്ടോ വാങ്ങുന്നത്. ഇവിടുന്ന് നെസ്റ്റോ പോകണമെന്നുള്ളത് അവൻ്റെ അടുത്ത് പറഞ്ഞ് ഒരാഴ്ച പിടിക്കണം. അതുകൊണ്ട് ഞാൻ ആ ഉദ്യമം ഒന്ന് ഉപേക്ഷിച്ചു. പിന്നെ ഇവിടെ അടുത്ത് ഗൂഗിളിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് വാഴയില ഇന്നലെ കാശിൻ്റെ ബർത്ത്ഡേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ന് ഡേ ടു ഡേയിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് വാഴയില. എൻ്റെ ഒരുവിധം കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ അരി ഒരുവിധം വെന്ത് കുറച്ചും കൂടെ ഒരു പൊടിക്കും കൂടെ വേണമായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ തിളപ്പിക്കാനായിട്ട് ഇതിന് കാശ് കഴിഞ്ഞിട്ട് കാശ് ഉറക്കം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഉറങ്ങും, ചിലപ്പോൾ ഉറങ്ങില്ല. പിന്നെ ഞാൻ ചിക്കൻ ഉള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ച്, ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ച്, ഇനി ഇഞ്ചിയും തക്കാളിയൊക്കെ ഇടുക. കുക്കറിൽ വെക്കാൻ വിചാരിച്ചു. കുക്കറുള്ളിൽ ഇപ്പം എല്ലാം കുക്കറില്ല. ചീനി പരിപ്പ് ഞാൻ കുക്കറിൽ വെച്ച്, ചീനി കുക്കറിൽ വെക്കാൻ വെച്ചു. ഇതാ വരുന്നതല്ല. ഇപ്പം ഇതിനിടയ്ക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അരി വെന്ത് പോകും. കണ്ണിന് കാഴ്ചക്കുറവുള്ളൂ കേട്ടോ. എന്തോ കറുത്തരി കിടക്കുന്നു. ഞാൻ വിളിക്കുന്നു, അങ്ങോട്ട് പോയാൽ ഇത് വെന്ത് പോകും. ചൂടായി എന്ത് ചെയ്യും? എനിക്ക് കോപ്പിറൈറ്റ് ഇട്ട്. ശരി ഇപ്പം കുട്ടി പിന്നെ ഉറക്കമായിട്ടാ. ഉറങ്ങട്ടെ, എങ്കിലും എൻ്റെ ബാക്കി ജോലി തീരും. അങ്ങനെ ദേഷ്യമൊക്കെ കയറി ഉറക്കം എണീറ്റ് അയ്യേ ചിച്ചി ഈ ചിച്ചി ഞങ്ങൾ പാപ്പൻ തിന്നാൻ പോവാ. അപ്പോൾ ഉപ്മാവായിരുന്നു രാവിലെ ആക്കിയിട്ടുണ്ടായിരുന്നത്. വേണ്ടായോ? എനിക്ക് വയറ്റിൽ എന്താ ഗ്യാസ് കയറിയപ്പോൾ ഭയങ്കര നേരത്തെ വിഷമമല്ല. ഞാൻ വിചാരിച്ചു എനിക്ക് വിഷമമാണ്.
ഒരു വൈറ്റമിൻ സി കളിക്കില്ല. ഗോകുമൊക്കെ എനിക്ക് ഗോകും കഴിക്കാൻ ഭയങ്കര മടിയാണ് ഉപ്മാവും പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ക്യാരറ്റൊക്കെ നിറയെ ക്യാരറ്റ് ഇട്ടതാ. അയ്യോ ഇല്ല, ഞാൻ എടുത്തില്ല. എടുത്തേനാ, കാശ് എണ്ണീറ്റില്ല. കാശ് എണ്ണീറ്റിട്ട് പിന്നെ കൊണ്ടുപോകും. ഒരുവിധം എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പായസം വെക്കണം, പപ്പടം വറക്കണം. പാല് കാച്ചിയിട്ട് പായസം. എനിക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല പായസത്തിൻ്റെ കാര്യത്തിൽ. ട്രൈ ചെയ്യാം. അയ്യോ ചിക്കൻ്റെ അകത്ത് പച്ചമുളക് ഇട്ടില്ല, മറന്നുപോയി. കുക്കറിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ കറി. ബ്രഷ് ചെയ്താ പോവാ? ആരെങ്കിലും വരുമോ? ആരെ കളയല്ലേ മോനെ? ഇയാൾ പെട്ടെന്ന് വരുമോ? അമ്മ ചോദിച്ചാൽ ബലിയിടാൻ പോണില്ലേന്ന്. അറിയാൻ വയ്യ പോയോന്ന്. അരുൺചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ വിളിച്ചില്ലായിരുന്നു അരുൺചേട്ടനെ? അറിയത്തില്ല. നീ വിളിച്ച് ചോദിക്കാൻ എന്താ? ആ പിന്നെന്നാ? ഇതൊന്നും ഓർമ്മയില്ല. ഞാൻ പിന്നെ എന്തിനാ എന്നെ കൊണ്ട് എന്താ പാലൊക്കെ മേടിപ്പിച്ചേ? തത്തേ 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 നോക്കി പോയി കടയുടെ അടുത്ത് പോയി. പിന്നെ കാണാം. ആ ഗോകുല് പോണ മുമ്പ് എനിക്ക് പണി തന്നിട്ടാണ് പോയത്. ഇത് വെളിയിലിരുന്ന കബോർഡിൻ്റെ അകത്ത് ഈ ഡ്രസ്സെല്ലാം ഇന്നലെ അവിടെയൊക്കെ വൃത്തിയാക്കിയപ്പോൾ ആ കുറച്ച് കബോർഡിൻ്റെ അകത്ത് പുറത്തിട്ട് പിന്നെ എല്ലായിടത്തും കഴുകിയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു. മടക്കി വെച്ചില്ല, പുറത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നതാണ്. പക്ഷേ എന്തോ ഒരെണ്ണം തപ്പിയതാണ്, എല്ലാം കൂടെ വാരി വെച്ചിട്ട്. ഞാൻ എവിടുന്നേലൊക്കെ ജോലി ഒതുക്കി ഒരു വശത്തൂടെ കൊണ്ടുവരുമ്പം ഇതാണെങ്കിൽ എവിടുന്നേലൊക്കെ ഇവര് 3 പേരും കണക്കാം. ആരെങ്കിലുമൊക്കെ എനിക്ക് പണി തരും. ഈ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ല. എല്ലായിടത്തും പുറത്തിട്ട് എന്തായാലും മടക്കിയൊക്കെ വന്നിട്ട് അവനുള്ള ചേർത്ത് വെക്കട്ടെ. കാര്യം വെച്ച് കഴിഞ്ഞാൽ കബോർഡ് വെളിയിലിരിക്കുന്ന കബോർഡ് അമ്മയുടേതാണ്. ഇപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് വെക്കുന്നത്. ഞങ്ങളുടെ കബോർഡ് വെളിയിലിരിക്കുകയാണ്. അത് അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേന് അത് ഫുള്ള് നാശമായി, പൊളിഞ്ഞു പോയി. അതിനകത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. അടികൂടല്ലേ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ശിവയാണെങ്കിൽ നിർബന്ധം ഗോകുല് പോയപ്പോൾ ഞാൻ പറഞ്ഞ വാഴയില, ഇന്നലെ തൊട്ട് ഞാൻ പറഞ്ഞ വാഴയില കൊണ്ടുവന്ന് മാവ് വെക്കും. ഇപ്പോൾ സമയം എന്തായെന്നറിയാം, ഉച്ചയായി. ഇതുവരെ മാവ് വെച്ചില്ല. സാധനം എല്ലാം റെഡിയായി. കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ബാക്കി എൻ്റെ പണിയെല്ലാം തീർന്ന് ഒന്ന് സമാധാനിച്ച് ഇരിക്കാനും പറഞ്ഞ് വന്നപ്പോഴാണ്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചെറുതാണെങ്കിൽ ഭയങ്കര നിർബന്ധം. അവൻ്റെ ആദ്യത്തെ അല്ല, രണ്ടാമത്തെ ഭാഗമാണ്. എന്താ കടയാണ് എല്ലാം ചുളിഞ്ഞിരിക്കുക. ഞാൻ കുറച്ച് ഉള്ളിലേക്ക് തേക്കാൻ കൊടുത്തിട്ടാണ്. എന്നെ കൊണ്ട് തേപ്പ് നടക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തേക്കാൻ എടുത്ത് കഴിയുമ്പം വയറൊരു കയ്യിലും അതിൻ്റെ ഇസ്തിരിപ്പെട്ടി ഇരുമാല വേറൊരു കയ്യിലിരിക്കും. അതുകൊണ്ട് ഞാൻ തേക്കത്തില്ല. ഇവിടെ അങ്ങനത്തെ സ്പേസ് ഇല്ല. എവിടെയെങ്കിലും നിർത്തിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വെച്ചാൽ തന്നെ എനിക്ക് ഗ്യാസ് കയറിയിട്ട് ഭയങ്കര വയറുവേദന. അതിനിടയ്ക്കാണ് ഞാൻ എല്ലാ പണിയും തീർത്ത് വന്നത്. അപ്പൊ ഇവിടെ ഇരട്ടി പണിയായിട്ട് കിടക്കാം. ഏതെങ്കിലും ഒരെണ്ണം എടുത്തത് ആശ എല്ലാം കാര്യം വെച്ചിട്ട്. ശിവയാണെങ്കിൽ രാവിലെ ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് തുടങ്ങിയതാണ്. ചില ദിവസങ്ങളിൽ കാശിക്ക് കാണാൻ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഇതിപ്പോ വൃത്തിയാണെന്നുണ്ടെങ്കിൽ പിന്നെ നടക്കത്തില്ല. കടയിലാവേ നാട്ടിലാണെങ്കിൽ അമ്മാമ്മ ഞാൻ ഗ്രേപ്പ് വാട്ടർ കൊടുത്ത്
വയറുവേദനയാണെങ്കിലും വലിയ മാറ്റമൊന്നുമില്ല. എന്നിട്ട് എന്തുവാ അമ്മാമ്മ ഉണ്ടാക്കിയപ്പോ കടുകും മുളകൊക്കെ ഒഴിഞ്ഞിട്ട് ഇതാക്കിയാണ്. ഇതെല്ലാവർക്കും വിശ്വാസം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ വാവൊക്കെ ആവുന്ന സമയത്ത് ചാവുക്കൾ കാണാൻ മരിച്ചവര് കാണാൻ വരുന്നതെന്ന് പറയാം. അന്നേരമാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. വീട്ടുകാരിങ്ങനെ പറഞ്ഞു ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുമുണ്ട് ആയിരിക്കുമെന്ന്. നമുക്ക് കുളിക്കാം. കോട്ടക്കാരല്ലേ? ഓ ഇല്ലടി, ആ ഗോകുലുണ്ടാന്ന് വെച്ചിട്ട് മാറി എടുത്തെങ്കിൽ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ തീർക്കുക. കിച്ചണിൽ ക്ലീനിങ് കഴിയില്ല, കുക്കിങ് മാത്രമേ കഴിയുള്ളൂ. ഇതൊക്കെ അവിടെ കിടക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരെണ്ണം കാണുമ്പോൾ എൻ്റെ പറയാം മറ്റൊരാളെ കിടക്കുക. ഞാൻ പായസം വെച്ച്, ചോറ് വെച്ച്, പരിപ്പ് വെച്ച്, അവിയൽ വെച്ച്, കിച്ചടി വെച്ച്, പച്ചടി വെച്ച്, പിന്നെ എന്തുവാ ചിക്കൻ കറി വെച്ച്, ചീനി വെച്ച്, തോരൻ വെച്ചില്ല. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത്, പിള്ളേർക്കുള്ളത് മസാല വരട്ടി വെച്ച് വൈകുന്നേരം കൊടുക്കാം പിള്ളേർക്ക്. ഞാൻ എന്തോ വെച്ചായിരുന്നല്ലോ, പപ്പടം വറുത്ത്, അങ്ങനെ ഒരുവിധം കുറേ കറികളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അത് നേദിച്ചതിന് ശേഷം വേണം കഴിക്കാൻ. നേദിക്കല്ല, ഇവിടെ വെച്ച് ചാച്ചനും അച്ഛനൊക്കെ വെച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. ആ പോയ മുതലിനി എപ്പോൾ വരുമോ എന്തോ. ഞാൻ ആനന്ദിൻ്റെ അടുത്ത് വിളിച്ചോ, ഇവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല. എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. നെറ്റിൽ വിളിച്ചിട്ട് അവൻ്റെ നെറ്റ് ഓഫാണ്. അത് പുതിയതാണോ പഴയതാണോ? ശരി, ഞാനിതൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ കാണാം. എടാ, ഇതാ കുക്കറിൻ്റെ അകത്തുള്ളതാ. ഇത് ഞാൻ ഇട്ടാതെയാണ് കുക്ക് ചെയ്യുന്നത്. ഇത് എങ്ങനെയാ ഇടുവോ ഇതൊന്ന്? പിന്നെ ഇത് സ്റ്റാൻഡ് പിടിക്കാൻ ഇതെന്തിനുള്ളതാ? എനിക്കറിയാതെ എന്തായാലും ഞാൻ ഇതൊക്കെ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അതിനകത്ത് അതിളകി വരും കയ്യിൽ. ചിക്കൻ ആലോചിച്ചിട്ട് ചെയ്താൽ മതി. അത്രയൊക്കെ ആക്കി വെച്ചിട്ട് ഇല്ലാണ്ടാവരുത്. പിള്ളേർ കുളിക്കുന്നത് ഒരുവിധം പണികളെല്ലാം തീർന്നു. ഇതൊക്കെ ഒതുക്കി ഇനി ബീഫ് മാറ്റണം. നാളെ കാശിൻ്റെ ബർത്ത്ഡേയാണ്. ഇന്നലെ തേങ്ങ ഇതെപ്പോഴും ക്ലീനാക്കിയിട്ട് കൊണ്ടിട്ട് പാത്രമൊക്കെ അതിനകത്ത് വെച്ചാലും വലിയ വിഷയമില്ല. വേറെ എന്തോ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഒന്ന് തേച്ച് കഴുകണം, പിന്നെ തുടയ്ക്കണം. ഇവിടെ ഇരിക്കും കേട്ടോ. തുടയ്ക്കണം. വേറെന്താ? തൂക്കണം, തുടയ്ക്കണം. നമ്മൾ കുഞ്ഞി സദ്യ വിളമ്പുക. ഇനി ചോറെടുക്കട്ടെ?
ചോറ് എന്നാ ഞാൻ ചോറ് എടുത്തോണ്ട് വരട്ടെ. ബിയർ ഇപ്പൊ കിട്ടൂല. ഇന്നലെ വാങ്ങി വെക്കണ്ടായിരുന്നു. ആദ്യം പരിപ്പ് ഒഴിക്കേ. കാശുകൂട്ടാ ദേ. അയ്യേ, പരിപ്പ് ഒഴിക്കേ. പരിപ്പിൻ്റെ ഇതെടുത്തിട്ട് സ്പൂൺ എടുത്തിട്ട് വരാവേ. അടി കിട്ടുന്ന നിൽക്കാ. വിളക്ക് വരെ മുന്നിലാണ് കത്തിച്ച് വെക്കേണ്ടത്. താഴത്തോട്ടെടുത്ത് വെച്ചാൽ ഇച്ചിരി കുട്ടിയാവല്ലേ. ചേച്ചി അടി കിട്ടുക പോ. കൊച്ചു വെള്ളം ഇഞ്ഞു വാ. അത് ചാച്ചനൊക്കെയാ. ഇഞ്ഞു വാ. ഇവന്മാരെ നിർത്തിട്ട് കുറച്ചേരം കഥ അടച്ചിട്ട്. ഇല്ല, വേറൊന്നും വെക്കൂല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവനെ താഴെ സാധനങ്ങളുണ്ടെങ്കിൽ മമ്മി കൊണ്ട് കൊടുക്കും. കാശി കൊണ്ട് കൊടുക്കും നീ. കാട്ടു വേണോ? ഓലി കാട്ടു എന്തിനാ? മുഖം മാറ്റിയല്ല.
കഴിക്കുന്ന എല്ലാം മിഠായിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. ഇനി വൈകുന്നേരം നമുക്ക് കാശിയുടെ ബർത്ത്ഡേ ആണ് നാളെ. അതിൻ്റെ സാധനം വാങ്ങാൻ പോകും, പ്രിപ്പറേഷൻസും ഒക്കെ നാളെ വൈകിട്ട് കാണാം. വൈകിട്ടല്ല, അടുത്ത വീഡിയോയിൽ എന്തമ്മ കാർട്ടൂൺ വെച്ച ഗോഗു എൻ്റെ ഫോണിൽ കാർട്ടൂൺ വെച്ച് കൊടുത്തേ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ, ടേക്ക് കെയർ.